മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, നമുക്കറിയാം കാന്തപുരം വിഭാഗം മുഖ്യമന്ത്രിക്കും CPM-നും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു മതവിഭാഗമാണ്. പക്ഷേ അവരുടെ മുഖപത്രം, അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ മുഖപത്രമായ റിസാലയിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ തലക്കെട്ടോടെ അത് തന്നെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. കാന്തപുരം AP സുന്നി വിഭാഗം മുഖ്യമന്ത്രിയോടൊപ്പം അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ചില സമയങ്ങളിലെല്ലാം തന്നെ വലതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ അവർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും CPM-നും എതിരെ രൂക്ഷമായ ഭാഷയിലാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ മുഖപത്രമായ റിസാലയിൽ അത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എഡിറ്റോറിയലിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPM-ഉം ഇപ്പോൾ വലതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ഇടത്തേക്ക് നടക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ADGP വിവാദത്തിലടക്കം കൃത്യമായൊരു മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. RSS-മായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൃത്യമായൊരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനെ തള്ളി പറയാനോ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തോടൊപ്പമുള്ള സംഘത്തിനോ CPM-നോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇത് ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുകയാണ്, മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ സംഘടന പറയുന്നത്. അതായത് ADGP അജിത് കുമാർ RSS നേതാക്കളുമായി കണ്ട സംഭവം വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കാനും ന്യൂനപക്ഷത്തെ എതിരാണ് എന്ന് ചിത്രീകരിക്കാനുമുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു ത്വരയാണ് അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഈ സംഭവത്തിൽ അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ന്യൂനപക്ഷത്തെ CPM എതിർക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ CPM വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു സംഘടനയും രാഷ്ട്രീയ പാർട്ടിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിയാണ് അവരുടെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. പക്ഷേ ഇവിടെ RSS-മായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി എന്നതിന്റെ പേരിൽ അവർ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ബോധപൂർവം CPM-നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സംഘടനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, SKSS-ന്റെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം സംഘടനകൾ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഒരു വിഷയം വന്നപ്പോൾ കൂടിച്ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ CPM-നെ എതിർക്കുകയും മുഖ്യമന്ത്രിയെ എതിർക്കുകയും ചെയ്യുന്ന വലതുപക്ഷ പ്രീണനമാണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷത്തിനു വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യവും എന്ന് വ്യക്തമാണ്. ഇപ്പോൾ റിസാലയിലെ ഈ മുഖപ്രസംഗത്തിലും അതുതന്നെയാണ് എന്നതും വളരെ വ്യക്തമാണ്. വിനോദ്.